ഇന്നൊരു വെറൈറ്റി പുഡിങ്ങുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ പാലക്ക കൊണ്ടാണ് പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഈ പാലക്കിനൊന്നും ബ്ലാൻഡ് ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ വെള്ളം നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു കെട്ട് പാലക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ പാലക്കിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഗ്രീൻ കളറായിട്ട് വരും. ഈ സമയത്ത് നമുക്കിതിനെ ഒന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ നല്ല ഭംഗിയുള്ള കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ 100 ml പാലാണ് ചേർത്തിട്ടുള്ളത്. വേറൊരു വലിയ പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലൊരു ലിറ്റർ പാൽ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആവശ്യമുണ്ട്. ഒരു 100 ഗ്രാമോളം മിൽക്ക് മെയ്ഡ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് അതിലൊരു 50 ml പാലൊഴിച്ച് നന്നായിട്ട് കട്ടയില്ലാതെ ഇളക്കിയെടുക്കാം. ഇത് നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ പുഡിങ്ങിനൊരു ക്രീമിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മിക്സ്ചർ ഇതിൽ ചേർക്കുമ്പോൾ പാല് ഇളക്കിക്കൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 8 ഗ്രാം ചൈന ഗ്രാസ് 1/4 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് പാലിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പാലക് പ്യൂരി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു കളറായിട്ട് വരും. പാലുമായിട്ട് ചേരുമ്പോൾ ഒരു ലൈറ്റ് പിസ്ത കളറായിട്ട് വരും. ഈ പുഡിങ് കഴിക്കുന്ന ആർക്കും തന്നെ മനസ്സിലാവില്ല ഇത് പാലക്കിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത്. കാരണം പാലക്കിൻ്റെ ഒരു കയ്പൊന്നും ഇതിലുണ്ടാവില്ല. ഞാനിതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കാം. എന്നിട്ട് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ചൈന ഗ്രാസാണ്. ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പുഡിംഗ് മിക്സ്ചറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പുഡിംഗ് മിക്സ്ചർ ഒരു ബൗളിൽ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇത് നന്നായി തണുപ്പിച്ച ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിംഗ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നട്ട്സോ ടൂട്ടി ഫ്രൂട്ടിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്